ടെക്ട്രാവലീറ്റിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പല സീരീസുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? INB ട്രിപ്പ് സീസൺ 1, INB ട്രിപ്പ് സീസൺ 2, പിന്നെ നമ്മുടെ ഇന്ത്യ ഓൺ വിങ്സ്, ഇന്ത്യ ഓൺ റെയിൽസ്, പിന്നെ നമ്മൾ UK വിൻ്റർ എക്സ്പെഡീഷൻ തുടങ്ങി ധാരാളം സീരീസ് ഓഫ് യാത്രകൾ, ട്രാവൽ സീരീസുകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചരിത്രം ടെക്ട്രാവലീറ്റിനുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ യാത്രയായിരുന്നു INB ട്രിപ്പ് സീസൺ 2 എന്ന് പറയുന്നത്. അത് നമ്മുടെ കരിയറിലും അതേപോലെ തന്നെ മൊത്തത്തിൽ എല്ലാ രീതിയിലും ഭയങ്കരമായിട്ടുള്ളൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു INB ട്രിപ്പ് സീസൺ 2 എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അതിലും മികച്ച ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ് ഞാൻ ഇന്നിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സീരീസിൻ്റെ പേര് എന്ന് പറയുന്നത് KL to UK എന്നാണ്. അത് കുറേയധികം ഷോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാണ് അങ്ങനെ ആ ഒരു രീതിയിലാക്കിയത്. ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കിനും ഒരു രസം ഉണ്ടാക്കും. INB ട്രിപ്പ്, ഇന്ത്യ ഓൺ വിങ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു രസം ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ ഷോർട്ടാക്കിയാണ് ഈ ഒരു പേര് നമ്മൾ ഫൈനലി സെലക്ട് ചെയ്തത്. KL to UK എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കേരള ടു UK, അല്ലെങ്കിൽ ഇന്ത്യ ടു UK, അല്ലെങ്കിൽ കൊച്ചി ടു ലണ്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പല ആൾക്കാർ കൊച്ചിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ലണ്ടനിലേക്ക് റോഡ് ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർ പല രീതിയിൽ ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്തതിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടാണ് ഞാൻ കൊച്ചി ടു ലണ്ടൻ അല്ലെങ്കിൽ കേരള ടു UK ആ ഒരു ട്രിപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഞാൻ ലണ്ടൻ വരെ പോവും, ഞാനൊരു വിമാനം പോലും എടുക്കില്ല. അതായത് ഒരു വിമാനം എടുക്കാതെ കേരളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? വണ്ടി ഓടിച്ചാണോ ഡ്രൈവ് ചെയ്താണോ പോകുന്നത് എന്നുള്ളത്. ഡ്രൈവ് ചെയ്ത് പോകാനാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും കാറിനെ എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് പോകാമല്ലോ. അതിനകത്തൊരു ത്രില്ലില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ത്രില്ല് വരുത്താനായിട്ട് വേറൊരു രീതിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇപ്പം എങ്ങനെയാണ് പോകാൻ പോകുന്നത്? യെസ്, നിങ്ങൾ ഗസ് ചെയ്ത പോലെ തന്നെ കേരളത്തിൽ നിന്നും ബസ്, ട്രെയിന്, പിന്നെ ടാക്സി, കപ്പൽ, അങ്ങനെ വിമാനമല്ലാതെ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിച്ച് നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നു. ഈ യാത്രയിൽ വിമാനം എടുക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംഭവം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പതുക്കെ വരാം. അപ്പോൾ KL to UK എന്ന് പറയുന്ന ആ ഒരു ടെക്ട്രാവലീറ്റിൻ്റെ യെറ്റ് അനദർ ത്രില്ലിംഗ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ട്രിപ്പിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റൂട്ട് മാപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ത്രില്ലിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കഴിഞ്ഞൊരു 6 മാസത്തിലധികമായിട്ട് ഈ ഒരു യാത്രയുടെ പ്ലാനിങ്ങിലാണ്. ഞാനും ഫാസിൽ ബ്രോയും കൂടെ ഞങ്ങൾ ജോർജിയ പോയില്ല. ആ സമയത്താണ് ഈ ഒരു യാത്രയുടെ ഫസ്റ്റ് സ്പാർക്ക് എനിക്ക് കിട്ടിയത്. ഞങ്ങൾ ജോർജിയ, അങ്ങനെ കുറേ രാജ്യങ്ങൾ, തുർക്കിയൊക്കെ പോയ സമയത്ത്, ആ സമയത്താണ് ഞാനിങ്ങനെ ഇങ്ങനൊരു യാത്ര എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നത്. പിന്നീട് അങ്ങോട്ട് ശരിക്കും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ UK 10 വർഷത്തെ വിസ എടുത്തു. പിന്നെ ഷെങ്കൻ വിസ നമുക്ക് 6 മന്ത്സിൻ്റെ മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടി. പക്ഷേ അത് പോരാ, വീണ്ടും വിസ എടുക്കേണ്ടി വരും. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വേറെ കുറച്ച് വിസകളും US വിസ എടുത്തു. അങ്ങനെ കുറേ വിസകളൊക്കെ എടുത്തു. US വിസ ഒക്കെ എടുത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉടനെ ചാടിക്കറി US പോകാനല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാൻ US വിസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ടിനൊരു സ്ട്രെങ്ത് കൂടുകയും പിന്നെ നമുക്ക് പല രാജ്യങ്ങളിലും നമ്മൾ പോകുന്ന വഴിക്കുള്ള പല രാജ്യങ്ങളിലും, ജോർജിയ പോലെയുള്ള പല രാജ്യങ്ങളിലും നമുക്ക് US വിസ ഉള്ളവർക്ക് വേറെ വിസ ഇല്ലാതെ നമുക്ക് പ്രവേശിക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ പല തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു ഈ ഒരു യാത്രയ്ക്ക്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻസ്. കാരണം നിങ്ങൾക്കറിയാം, ഇത്രയും നാളും വളരെ കംഫർട്ട് സോണിലാണ് സുജിത് ഭക്തൻ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, വിമാനത്തിലും ബിസിനസ് ക്ലാസ്സിലും ഇല്ലാതെയും കാറിലും ഒക്കെ ആയിട്ട് ഫുൾ കംഫർട്ട് സോൺ. ഇപ്പോൾ ലണ്ടനിലേക്കൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാറിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി അല്ല, അതും ബുദ്ധിമുട്ടാണ്. നമുക്ക് കാർ എടുത്തിട്ട് വേണമെങ്കിൽ വി ക്യാൻ ഗോ ടു ലണ്ടൻ. അങ്ങനെ നമുക്ക് ലണ്ടനോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എനിവെയർ യു ക്യാൻ ഗോ. അപ്പോൾ അത്തരത്തിലുള്ള ട്രിപ്പുകളിൽ നിന്നും വിട്ടുമാറി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ നിന്ന് ബസ്സിലും ട്രെയിനിലും അങ്ങനെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഈ യാത്ര പോകണമെങ്കിൽ ഞാൻ ഫസ്റ്റ് നേപ്പാളിൽ പോകണം. നേപ്പാൾ വരെ ഞാനിവിടെ ബസ്സിലും ട്രെയിനിലും മാറി പോകുമ്പോഴത്തേക്കിന് എത്ര സംസ്ഥാനങ്ങൾ, എത്ര തരത്തിലുള്ള ബസ്സുകൾ, എത്ര തരത്തിലുള്ള ട്രെയിനുകൾ, എത്ര അനുഭവങ്ങൾ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ് എന്ന് തന്നെ നമുക്ക് യാത്രയെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. അഡ്വഞ്ചറസ് മാത്രമല്ല, അഡ്വഞ്ചറസ് ആണ്, ഡേഞ്ചറസ് ആണ്,
പിന്നെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടും. കഴിഞ്ഞ ദിവസം ഇവിടെ എറണാകുളത്ത് സന്തോഷ് സാർ ഉണ്ടായിരുന്നു, സന്തോഷ് ജോർജ് കുളങ്ങര സാർ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ടു. 1 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം എനിക്ക് കുറേ ഇൻസ്പിറേഷൻ തന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനിഷ്യലി ഞാൻ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് ശരിക്കും ലണ്ടൻ ടു സിംഗപ്പൂർ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ലാൻഡ് ബോർഡർ വഴി പോകണമെങ്കിൽ മ്യാൻമർ ബോർഡർ ക്ലോസ്ഡ് ആണ്. മ്യാൻമർ നമുക്ക് ബൈ ലാൻഡ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചൈനയിൽ കയറുക എന്നുള്ളതാണ്. അത് ടിബറ്റ് വഴി കയറണം. ടിബറ്റ് വഴി കയറുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഡിഫിക്കൽട്ട് ആണെങ്കിലും അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി ഞാൻ ലണ്ടൻ ടു സിംഗപ്പൂർ പോകാം എന്നുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാനത് ഫൈനലി മാറ്റി. ഞാൻ ടിബറ്റ് വഴി വരാം, എന്നിട്ട് ലണ്ടൻ ടു കൊച്ചി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറച്ച് സമയങ്ങളിങ്ങനെ ആലോചിച്ച് പല ആൾക്കാരോടും പല വെൽവിഷേഴ്സിനോടും ഡിസ്കസ് ചെയ്തപ്പോഴാണ് എന്നോട് എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ട് നിനക്ക് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിക്കൂടാം? അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല്. ഇപ്പം ഞാനിപ്പോൾ ലണ്ടനിൽ പോയിട്ട് അവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ നേരെ യൂറോപ്പിൽ കയറും. പിന്നെ യൂറോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് അതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോഴത്തേക്കിന് ശരിയാണ്, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ട്രിപ്പ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മാപ്പ് തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ വളരെ അനായാസം നമുക്കത് കാണിക്കാവുന്നൊരു സംഭവമാണ്. യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഞാൻ ആദ്യം ബാംഗ്ലൂർ പോവും, പിന്നെ അവിടെ നിന്ന് ഹൈദരാബാദ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ കറങ്ങി എനിക്ക് ഇവിടെ നിന്ന് ബൈ റോഡ് കാഠ്മണ്ഡുവിലെത്തണം. കാഠ്മണ്ഡുവിൽ എനിക്ക് എത്താനായിട്ട് ഒരു പർട്ടിക്കുലർ ദിവസം എനിക്ക് ഓൾറെഡി അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ദിവസം എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ടിബറ്റിലേക്ക് പോകാനായിട്ട് നമുക്ക് കാഠ്മണ്ഡുവിൽ നിന്നും വേണം ചൈനയുടെ വിസ എടുക്കാനായിട്ട്. അതാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ടിബറ്റിലേക്ക് പോകുമ്പോൾ വെറുതെ അങ്ങോട്ട് കയറാൻ പോകാൻ പറ്റില്ല. നമ്മളൊരു ഗ്രൂപ്പായിട്ടൊരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് ഒക്കെ എടുത്തിട്ട് വിത്ത് ഗൈഡ് വിത്ത് ഡ്രൈവറൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതൊരു 3-4 ലക്ഷം രൂപ ചിലവ് വരുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ലാസ്റ്റ് ദിവസങ്ങളിൽ. അപ്പോൾ എന്നോട് ഈ മാസം ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നേപ്പാളിലെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നേരെ അപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ ഇന്ത്യയിലെ കുറേ നഗരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കവർ ചെയ്യും. ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കവർ ചെയ്ത് ആ ദിവസം ഞാൻ കാഠ്മണ്ഡുവിലെത്തും. കാഠ്മണ്ഡുവിൽ നിന്നും എനിക്ക് 5 ദിവസം ഞാൻ കാഠ്മണ്ഡുവിൽ പോസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാഠ്മണ്ഡുവിൽ നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 5 ദിവസം നമുക്ക് വിസ എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ സമയം ഞാൻ ചിലപ്പം ഒരു സർപ്രൈസ് ഉണ്ട്, അത് അവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം എന്താ സർപ്രൈസ് എന്നുള്ളത്. ആ സർപ്രൈസ് അവിടെ നിന്നുണ്ട്. പിന്നെ നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്നും നമ്മളിത് ഈ ചൈനയുടെ ഈ ടിബറ്റ് ഭാഗത്ത് നമ്മൾ പ്രവേശിക്കുന്നു. അത് നമ്മൾ പോകുന്നത് ഒരു വണ്ടിയിലായിരിക്കും. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നുമില്ല, വണ്ടിയിലായിരിക്കും, ഒരു കാറിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ടിബറ്റിൽ പോയിട്ട് ടിബറ്റിൽ നിന്ന് നമ്മളിത് ഇങ്ങനെ ഇവിടെ ഈ ചെങ്ഡു കുൻമിങ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. ഇതിലെ കൂടെ നമ്മൾ ഈ സ്ഥലത്ത് കൂടെ നമ്മൾ ലാവോസിലേക്ക് കയറും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് നേരെ ടിബറ്റിലേക്ക് കയറിയിട്ട് നേരെ ഇങ്ങോട്ട് അങ്ങ് പോയാൽ പോരെ, യൂറോപ്പിലേക്ക് അങ്ങോട്ട് പോകാമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മുടെ മാക്സിമം രാജ്യങ്ങളും കൂടെ കവർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഏകദേശം ഒരു 50-ലധികം രാജ്യങ്ങൾ നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അത് ചുമ്മാ ഓട്ടപ്രദക്ഷിണം ആയിരിക്കത്തില്ല. നമ്മൾ INB ട്രിപ്പ് സീസൺ 2 ഒക്കെ ചെയ്ത പോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാനിച്ച് നമ്മുടെ യാത്രകളിൽ നമ്മൾ പ്ലസ് ആൻഡ് മൈനസ് സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് മിസ് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഭാഗം എനിക്ക് വേണം. അതുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ഒരു ട്രിപ്പ് വീണ്ടും ചെയ്യണ്ടേ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്, ബൈ റോഡ് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ നമ്മൾ വന്നിട്ട് ഇവിടെ നിന്ന് ലാവോസിൽ കയറും. ലാവോസിൽ നിന്നും നമ്മളിത് ഇവിടെ കൂടെ നമ്മൾ തായ്ലൻഡിലേക്ക് കയറും. ഞാൻ മ്യാൻമർ തവണ പോകുന്നില്ല, കാരണം അവിടെ കുറേ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് സേഫ് ടു ഗോ ടു മ്യാൻമർ നൗ. ഫ്ലൈ ചെയ്ത് പോകാൻ പിന്നെ, പക്ഷേ ഇപ്പോഴും തായ്ലൻഡ് മ്യാൻമർ ബോർഡറിൽ കുറേ സംഘർഷങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇത്തവണ മ്യാൻമർ പോകുന്നില്ല. എന്നിട്ട് ഞാൻ തായ്ലൻഡിൽ കൂടെ ഞാൻ ഈ വഴി ഇങ്ങനെ ഇറങ്ങി വന്ന് മലേഷ്യ കയറും. മലേഷ്യയിൽ നിന്നും സിംഗപ്പൂർ പോയി. സിംഗപ്പൂർ എവിടെ ചെയ്താ? സോറി ഗൈസ്, സിംഗപ്പൂർ ഇതിനകത്തില്ല, മാപ്പിൽ നിന്ന് ഇളകിപ്പോയി. കാരണം കുഞ്ഞി സ്ഥലമല്ലേ സിംഗപ്പൂർ. എന്നിട്ട് സിംഗപ്പൂർ പോയിട്ട് തിരിച്ച് ഈ വന്ന വഴിയല്ല, തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ വീണ്ടും തായ്ലൻഡിൽ വരും. തായ്ലൻഡിൽ നിന്ന് ഞാൻ കംബോഡിയ കയറും. കംബോഡിയയിൽ നിന്നും വിയറ്റ്നാമിലേക്ക് കയറും. വിയറ്റ്നാമിൽ നിന്നും ഇങ്ങനെ വന്നിട്ട് വീണ്ടും ചൈനയിൽ കയറും. ചൈന കയറിയിട്ട് ഞാൻ നേരെ ഇവിടെ പല സ്ഥലങ്ങൾ സന്ദർശിച്ച് ബീജിംഗ് ഒക്കെ പോയി ഇവിടെ നിന്ന് നേരെ മംഗോളിയ കയറും. മംഗോളിയയിൽ നിന്നും ഉലാൻ ബാത്തർ വഴി നമ്മൾ റഷ്യയിലേക്ക് കയറും.
റഷ്യയിൽ നമ്മൾ സൈബീരിയൻ റീജിയനിലായിരിക്കും നമ്മൾ പോയി കയറുന്നത്, ഇർകുട്സ്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലം. എന്നിട്ട് നമ്മൾ റഷ്യയിൽ നമ്മൾ എവിടെയൊക്കെ പോകണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. കാരണം റഷ്യ ഇപ്പോൾ ഇ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 16 ദിവസം നമുക്ക് കിട്ടുള്ളൂ. 16 ദിവസം കൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി പല സ്ഥലങ്ങളൊക്കെ പോയിട്ട് നമ്മളിത് ഇവിടെ കസാക്കിസ്ഥാൻ്റെ മേളിൽ വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ അസ്താനയിൽ കയറും, കസാക്കിസ്ഥാനിൽ കയറും. കസാക്കിസ്ഥാനിൽ നമ്മൾ എന്നിട്ട് അൽമാട്ടി വന്നിട്ട് അൽമാട്ടിയിൽ നിന്ന് കിർഗിസ്ഥാൻ പോകും, കിർഗിസ്ഥാനിൽ നിന്ന് തജിക്കിസ്ഥാൻ വരും, തജിക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ പോകും, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് നമ്മൾ വീണ്ടും കസാക്കിസ്ഥാനിൽ കയറിയാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തുർക്ക്മെനിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം തുർക്ക്മെനിസ്ഥാൻ വന്നിട്ടില്ല, പിന്നെ ഇറാൻ ഇറാഖൊക്കെ വഴി ഞാൻ പോകേണ്ടി വരും. അത് ഇറാനിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ വീണ്ടും കസാക്കിസ്ഥാനിൽ കയറും. അവിടെ നിന്ന് നമ്മൾ റഷ്യയിൽ കയറും വീണ്ടും. കാരണം റഷ്യയിൽ കയറാതെ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അസർബൈജാൻ വരും. അസർബൈജാനിൽ നിന്ന് നമ്മൾ ഈ അസർബൈജാനും അർമേനിയയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ എങ്ങനെയാണ് ബോർഡർ ക്രോസിംഗ് എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഞാൻ ജോർജിയ പോവും. ജോർജിയയിൽ നിന്ന് നമ്മൾ തുർക്കിയിലേക്ക് കയറും. യെസ്, അതാണ് നമ്മുടെ യൂറോപ്പിലേക്കുള്ള വാതായനം എന്ന് പറയുന്നത്. നമ്മൾ പോയിട്ടുണ്ട് ഇസ്താൻബുളിൽ കാണുന്ന ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്നത് യൂറോപ്പും ഏഷ്യയുമാണ്. തുർക്കിയിൽ നിന്ന് നമ്മൾ യൂറോപ്പിലേക്ക് കയറും. യൂറോപ്പിൽ നമ്മൾ ഗ്രീസിലേക്കായിരിക്കും കയറുന്നത്. പിന്നെ യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 29 രാജ്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. യൂറോപ്പിലുള്ള ഈച്ച് ആൻഡ് എവരി കൺട്രീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നോർവേ, സ്വീഡന്, ഫിൻലാൻഡ്, അങ്ങനെ ഈ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും, ഇതിനകത്തുള്ള കുഞ്ഞു രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവസാനം പാരീസിൽ നിന്നും അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും എങ്ങനെയാണ് ഞാൻ ലണ്ടനിലേക്ക് പോകുന്നതെന്നല്ലേ, അതിനിടയ്ക്ക് ഞാൻ ഡബ്ലിൻ അയർലൻഡിൽ ഞാൻ പോകും. ഇപ്പോൾ ഇവിടെ നിന്ന് ഫെറിയാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഫെറി എടുത്തിട്ട് അയർലൻഡിൽ പോയിട്ട് അയർലൻഡിൽ നിന്നായിരിക്കും ഞാൻ ലണ്ടനിൽ വന്നിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുക. ശരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡമായ മൊറോക്കോയിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം ഈ സ്പെയിനിൽ നിന്നും ഫെറി എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു യാത്രയുടെ ഇടയ്ക്ക് ആഫ്രിക്ക വേണമെങ്കിൽ നമുക്ക് കയറി ഇവിടെ 1-2 രാജ്യങ്ങളൊക്കെ കറങ്ങാവുന്നതാണ്. പക്ഷേ ആഫ്രിക്കൻ ഭൂഖണ്ഡമായ മൊറോക്കോയിലേക്കും കൂടെ ഫെറി എടുത്ത് നമ്മൾ പോകുന്നതായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം കൗണ്ട് ചെയ്തില്ല, എന്നാൽ ഏകദേശം 50-ലധികം രാജ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്നറിയാവോ, എത്ര നാളെടുക്കുമെന്നറിയാവോ ഈ ഒരു യാത്ര? ഈ ഒരു യാത്ര പൂർത്തിയാക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു 5 മുതൽ 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം ഞാൻ കൊച്ചിയിൽ നിന്ന് വിട്ടിട്ട് നേപ്പാൾ, ചൈന, ടിബറ്റ് വഴി ഞാൻ ലാവോസിൽ കയറുമ്പോഴത്തേക്കിനും ജൂൺ പകുതിയോളമാവും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും ചൈന കയറുമ്പോഴത്തേക്കിനും ജൂലൈ ആവും. പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അങ്ങനെ റൂട്ട് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പോകുന്ന വഴിക്ക് എങ്ങനെയാണോ ഏത് രീതിയിലാണോ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടാവാം, ബോർഡർ ക്രോസിങ്ങിൽ പ്രതിസന്ധികളുണ്ടാവാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് റഷ്യയും ചൈനയും പോലെയുള്ള നമ്മുടെ പിന്നെ സൗത്ത് ഏഷ്യൻ, നമ്മുടെ ഈ ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ വിമാനം വഴി ബോർഡർ ക്രോസിങ് ചെയ്യുന്ന പോലെ അല്ല പല സ്ഥലങ്ങളിലും ലാൻഡ് ബോർഡർ ക്രോസിങ്ങുകൾ ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് ഇപ്പോൾ വിസയുടെ റൂൾസ് പലതും പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ നമ്മൾ ടിബറ്റിൽ, അതായത് എവറസ്റ്റിൻ്റെ താഴെ ടിബറ്റിൽ പോലും പകൽ 15, 16, 17 ഡിഗ്രി സെൽഷ്യസ്, അതായത് എൻറ്റയർലി എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചൂടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ബാംഗ്ലൂർ എത്തുമ്പോൾ തന്നെ അടപ്പ് തെറിക്കുന്ന രീതിയിലുള്ള കാലാവസ്ഥയായിരിക്കും. സോ എൻറ്റയർലി ചൂടാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും. ഞാൻ യൂറോപ്പിൽ എത്തുമ്പോഴത്തേക്കിനും പ്രോപ്പർ സമ്മറിൻ്റെ സമയമായിരിക്കും. ആകെ എനിക്ക് ജാക്കറ്റ് ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ചെങ്കിലും ടിബറ്റിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എവിടെ സൈബീരിയയിലായിട്ടുണ്ടോ എനിക്കറിയില്ല, ഏത് കാലാവസ്ഥ എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് നമ്മുടെ യാത്രയിലെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് ട്രിപ്പ്. നമ്മുടെ യാത്രയുടെ പേര് എന്താണ്? KL to UK. KL to UK എന്നാണ് നമ്മുടെ യാത്രയുടെ പേര് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. KL to UK, an adventurous trip by Tech Travel It. നമുക്ക് ചോദിച്ചു പോവാം. ഏതാണ് നമ്മളെ ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ചു പോവാം എന്ന് പറഞ്ഞില്ലേ മറ്റേ പടത്തിൽ? അതേപോലെ നമ്മൾ ചോദിച്ച് നമ്മൾ പോകുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചിയിൽ നിന്ന് ലണ്ടൻ വരെ. ചുമ്മാ ലണ്ടൻ എന്ന് പറയുന്നത് നമ്മളൊരു പേരിന് ഇവിടെ നിന്ന് അവിടെ വരെ എന്ന് പറയണമല്ലോ, അപ്പം അങ്ങനെ ഒരു പേരിന് വേണ്ടി പറയുന്നതാണ്. ശരിക്കും ഇനിഷ്യലി ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് ഒരു വിമാനം എടുത്ത് പോയിട്ട് വിമാനം എടുക്കാതെ തിരിച്ച് വരാമെന്നായിരുന്നു ഇനിഷ്യലി ഞാൻ പ്ലാൻ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വിമാനം എടുക്കാതെ ലണ്ടനിലേക്ക് പോവും, തിരിച്ച് നമ്മൾ വിമാനം എടുത്ത് ലണ്ടനിൽ നിന്നും ഇങ്ങോട്ട് വരും. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് യാത്ര? നിങ്ങളുടെ അഭിപ്രായം പറയുക.
നിങ്ങളുടെ സജഷൻസ് പറയുക. അതേപോലെ തന്നെ ഇനി എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? സോളോ ട്രിപ്പാണ് മോസ്റ്റ്ലി. ഞാനൊരു 90% സോളോ യാത്രയായിരിക്കും ചെയ്യുന്നത്. ബാക്ക് പാക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് വലിയ പെട്ടി സൂട്ട് കേസും പറ്റുകൊണ്ട് ഇങ്ങനെയൊന്നും പോകാൻ പറ്റുകയില്ല. കേവലം ഒരു ബാഗ് തോളത്തിടുന്നൊരു ബാഗ്, അത് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് യാത്രയിൽ ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത ദിവസം ഞാൻ വീഡിയോ കാണിച്ചു തരാം. കാരണം എനിക്ക് സൺഡേ മാത്രമേ എനിക്ക് എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ബാക്കി സംഭവങ്ങൾ കുറേ ഫൈനൽ സെറ്റ് ഓഫ് പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം. അപ്പോൾ സോളോ ട്രിപ്പാണ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ചൈനയിൽ പോകുമ്പോഴത്തേക്കിനും സൈർബായിനെ നമ്മൾ മീറ്റ് ചെയ്യും, അവിടെ ഉണ്ടാവും. പിന്നെ റഷ്യയിൽ പോകുമ്പോഴത്തേനും നമ്മുടെ പണ്ട് റഷ്യ പോയ സമയത്തുണ്ടായ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കാരണം അങ്ങനെ പല രാജ്യങ്ങളിലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും മീറ്റ് ചെയ്യും. പക്ഷേ എൻ്റെ യാത്രകൾ 90% സോളോ ആയിരിക്കും. പിന്നെ വേറെ സംഭവങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞാൻ എത്തുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഫാമിലീനെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസാഖിസ്ഥാനിൽ വരാൻ താല്പര്യമുണ്ടോ ശരിക്ക്? അങ്ങനെയാണ് ഞാൻ കസാഖിസ്ഥാൻ എത്തുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ മീറ്റ് ദെയർ. പിന്നെ നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് യു ക്യാൻ കം ബാക്ക്. അപ്പോൾ അങ്ങനെ ചില രാജ്യങ്ങളിൽ, ചിലപ്പോൾ ഞാൻ സിംഗപ്പൂർ ഇവരെ കൊണ്ടുവന്നിരിക്കും. അങ്ങനെ ചില രാജ്യങ്ങളിൽ ഞാൻ ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. പിന്നെ ഞാൻ ഈ യാത്രക്കിടയിൽ നമുക്കറിയാൻ പറ്റില്ല, നമ്മുടെ യാത്രയാണ്. ഈ യാത്രക്കിടയിൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടാവാം. ആ സമയത്ത് ഞാൻ ഏത് രാജ്യത്താണോ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പം ലാവോസിലാണെങ്കിൽ ലാവോസിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് കൊച്ചിയിൽ വരും. കൊച്ചിയിൽ നിന്ന് ഞാൻ തിരിച്ച് ലാവോസിൽ പോയിട്ട് എൻ്റെ മറ്റുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യും. കാരണം 5-6 മാസമൊക്കെ ഫാമിലിയെ വിട്ട് പിരിഞ്ഞിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഇപ്പോൾ INB ട്രിപ്പിൻ്റെ സമയത്തും പല സമയത്ത് നമ്മൾ വണ്ടി അവിടെ എയർപോർട്ടിലിട്ടിട്ട് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് വീട്ടിൽ പാരൻസിൻ്റെ അടുത്ത് വന്നിരുന്നു അല്ലേ. എൻ്റെ മോനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുമോ? അത് മാത്രമല്ല ജൂൺ 11 എന്ന് പറയുന്ന അവൻ്റെ ബർത്ത്ഡേ ആണ്. ജൂണിൽ അവനെ സ്കൂളിൽ ചേർക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അത് മിസ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ 3 വയസ്സിൻ്റെ ബർത്ത്ഡേ എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാൻ തിരിച്ചു വരും. പക്ഷേ അത് നമ്മുടെ യാത്രയെ അഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ യാത്രയുടെ എയിം എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ വരെ ഫ്ലൈറ്റ് എടുക്കാതെ പോകുക എന്നുള്ളതാണ്. അതിനകത്ത് എല്ലാ ബോർഡർ ക്രോസിങ്ങും നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ പ്ലാൻ ചെയ്ത റൂട്ടിൽ നമുക്ക് ബൈ റോഡ് പോകാൻ പറ്റാത്തതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇറാൻ വഴി പ്ലാൻ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇറാൻ നമുക്ക് ശരിക്കും വിസ എന്താണ് വേണ്ടത്. വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇറാൻ്റെ ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ബെലാറസ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട് ഈ ഭാഗത്ത്. ബെലാറസിലും നമുക്ക് വിസ വെച്ചിട്ട് നമുക്ക് ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചില റെസ്ട്രിക്ഷൻസ് ചില സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ചൈന വിസ നമ്മൾ എടുക്കണം. ചൈന സിംഗിൾ എൻട്രി വിസയെ കിട്ടുള്ളൂ. ചൈന സിംഗിൾ എൻട്രി വിസ ഞാൻ നേപ്പാളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ വീണ്ടും ചൈനയിൽ കയറണമെങ്കിൽ ഞാൻ വീണ്ടും ഡൽഹി പോയിട്ട് വിസ എടുക്കേണ്ടി വരും. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ടുള്ള നമ്മുടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ്. റഷ്യ വിസ എടുക്കണമായിരുന്നു, പക്ഷേ ഇപ്പം റഷ്യ വിസ ഇഷ്യൂ ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവൽ പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കണ്ട രീതിയിലുള്ള ഒരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല ഈ ഒരു സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വീഡിയോസ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതുവരെ കണ്ട സുജിത് ഭക്തനിൽ നിന്നുള്ള ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആയിരിക്കില്ല നിങ്ങൾ ഇത്തവണ കാണാൻ പോകുന്നതെന്നുള്ള ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു യാത്രയും നമ്മൾ പുസ്തക രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട്. INB ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ബുക്ക് എഴുതി തുടങ്ങിയത്. പക്ഷേ ഈ ഒരു യാത്ര അതാത് ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം എഴുതി തീർത്ത് ഈ ഒരു യാത്ര തീർന്ന് അവസാനം ആകുമ്പോഴത്തേക്കിനും ഒരു പുസ്തകം കൂടെ അതിൻ്റെയും കൂടെ തയ്യാറാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതും പാരലലി അതിൻ്റെ കൂട്ടത്തിൽ നടക്കും. വെല്ലുവിളികൾ ധാരാളമുള്ളൊരു യാത്രയാണ്. ഈ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സപ്പോർട്ടുമാണ് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പറഞ്ഞു തരിക. അല്ലെങ്കിൽ ഈ റൂട്ടിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഔട്ട്പുട്ട്സും കൂടി എടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ഒരു യാത്ര പോയിട്ട് വളരെ ആസ്വാദ്യകരമാകുന്ന രീതിയിൽ, വളരെ സന്തോഷകരമാകുന്ന രീതിയിൽ സേഫായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു കാര്യം. INB ട്രിപ്പ് സീസൺ 2 നിങ്ങൾ തന്ന പോലെ തന്നെ ഈ യാത്രയ്ക്കും നിങ്ങൾ നല്ല സപ്പോർട്ട് തരിക. കാരണം നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ് നമുക്ക് യാത്ര ചെയ്യാൻ പ്രചോദനം ഉണ്ടാകുന്നതും. എന്തായാലും നാളെ ഞാൻ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. See you guys tomorrow. Bye bye.